പെട്രോളിൽ കലർത്തുന്ന എത്തനോളിന്റെ അളവ് 20% ഇന്ത്യ കണക്കാക്കിയിരുന്ന സമയപരിധി 2030 80% പെട്രോളും 20% എഥനോളും ചേർത്ത് വിൽക്കാനുള്ള പദ്ധതിയാണിത്. ജൈവ വസ്തുക്കളിൽ നിന്ന് എഥനോൾ ഉണ്ടാക്കാനുള്ള സമയപരിധിയായി നിശ്ചയിച്ചിരുന്നത് ആ കാലമാണ്. എന്നാൽ അത് 5 വർഷം നേരത്തെയാക്കാനായി വ്യാപകമായി അരി ഉപയോഗിച്ച് എഥനോൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മാത്രം 520 കോടി കിലോ അരി എഥനോൾ ഉണ്ടാക്കാനായി FCI കൈമാറിയത്. ഈ സംഗതി വലിയ വിവാദമായപ്പോൾ കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രാലയം ഒരു വിശദീകരണ കുറിപ്പിറക്കി. 20% എഥനോൾ ചേർത്ത് തുടങ്ങിയതോടെ രാജ്യം 1,44 ലക്ഷം രൂപയുടെ വിദേശ നാണ്യം ലാഭിച്ചുവെന്ന്. അതിൽ പറഞ്ഞിരിക്കുന്നത് 30 കോടി മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്നതിന് തുല്യമായ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ ഒഴിവാക്കാൻ കഴിഞ്ഞു. നെൽ കർഷകർക്ക് ആയിരക്കണക്കിന് കോടി രൂപ വരുമാനം കിട്ടി. ഇത് മൂന്നുമാണ് ആ വിശദീകരണ കുറിപ്പിലുണ്ടായിരുന്നത്. 245 ലക്ഷം ടൺ അസംസ്കൃത എണ്ണ വേണ്ടി വരുന്ന സ്ഥാനത്താണ് ഇത്രയും എഥനോൾ ഉപയോഗിച്ചതെന്നാണ് മന്ത്രാലയം പറയുന്നത്. അതുവഴി 1,44,087 കോടി രൂപയാണ് വിദേശ നാണ്യത്തിന്റെ ശേഖരത്തിലേക്ക് മാറിയത്. ഇതുമൂലം 736 ലക്ഷം ടൺ കാർബൺ ബഹിർഗമനവും ഒഴിവാക്കിയെന്നും ഈ വിശദീകരണ കുറിപ്പിലുണ്ട്. ഇത്രയും അരി എഥനോൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചതോടെ കർഷകർക്ക് 40,000 കോടി രൂപ ലഭിച്ചുവെന്നും മന്ത്രാലയം അവകാശപ്പെടുന്നു.